ആമിറ്റാൻ ഈസ് എ ഫേമസ് ചൈനീസ് അമേരിക്കൻ റൈറ്റർ. അപ്പം ഒരു ചൈനീസ് ആയിട്ടുള്ള ഒരു യുവതി അമേരിക്കയിലുള്ള ഒരു ചൈനീസ് എഴുത്തുകാരിയാണ് നമ്മുടെ ആമിറ്റാൻ എന്ന് പറയുന്നത്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ചൈനീസ് ഇൻഫ്ലുവൻസ് അല്ലേ. ദ ജോയ് ലെ ക്ലബ് ഈസ് എ മോസ്റ്റ് സെലിബ്രേറ്റഡ് നോവൽ. അദ്ദേഹത്തിൻ്റെ അപ്പം ആമിറ്റാൻ എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ ഏറ്റവും സെലിബ്രേറ്റഡ്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നോവൽ എന്ന് പറയുന്നത് ദ ജോയ് ലക്ക് ക്ലബ്ബാണ്. ഷീ വാസ് ദി ഡോട്ടർ ഓഫ് ഫസ്റ്റ് ജനറേഷൻ ചൈനീസ് സെറ്റിലേഴ്സ് ജോൺ ആൻഡ് ഡെയ്സി ടാൻ. അപ്പോൾ അവരുടെ മകളാണ് ഈ ആമിറ്റാൻ എന്ന് പറയുന്നത്. ഷീ ആൻഡ് ഹെർ ബ്രദേഴ്സ് ഫെയിൽഡ് ടു ബാലൻസ് ദെയർ ചൈനീസ് കൾച്ചർ ആൻഡ് ദി അമേരിക്കൻ കൾച്ചർ. അപ്പോൾ അവർ അമേരിക്കയിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ചൈനീസ് കൾച്ചറും അമേരിക്കൻ കൾച്ചറും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വലിയ പാടായിരുന്നു. ഷീ ഹാഡ് എ കോംപ്ലക്സ് അബൌട്ട് ഹെർ ചൈനീസ് അപ്പിയറൻസ്. അപ്പോൾ അവൾക്ക് തന്നെ അമേരിക്കയിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ചൈനീസ് അപ്പിയറൻസ്, ചൈനീസ് മുഖമൊക്കെ ആയതുകൊണ്ട് തന്നെ അവൾക്ക് അതിൻ്റെ ഒരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു അവിടെ ജീവിക്കുമ്പോൾ. ആസ് ഷീ ഗ്രൂ അപ്പ്, ആമി ബിഗെയിൻ imitating American habits. Although the opportunity to pursue medicine came her way, she chose to study English and linguistics at college. അപ്പം അവൾ വലുതാകും തോറും അവൾ അമേരിക്കൻ ഹാബിറ്റ്സ് എല്ലാം ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ അവൾ മെഡിസിൻ പഠിക്കാനായിരുന്നു അവൾക്ക് താല്പര്യം. പക്ഷേ അവൾ ഇംഗ്ലീഷും ലിംഗ്വിസ്റ്റിക്സ് ലിറ്ററേച്ചർ എടുക്കാനായിരുന്നു അവൾ പിന്നീട് എടുത്തത്. Rules of Game was her first story. Her famous book is the novel The Joy Luck Club. Other popular books beside The Joy Luck Club are The Kitchen's Godwife, The 100 Secret Senses and Bonsalle's Daughter. ഇപ്പോൾ ഇതൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള അവളുടെ എഴുത്ത്. അപ്പം ഞാൻ ഈ തന്നിരിക്കുന്ന നോട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രം നോക്കുക. കാരണം ഫുൾ ടെസ്റ്റ് വീഡിയോ എടുക്കുക, നിങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണെങ്കിലും ഈ ഒരു തന്നിരിക്കുന്ന നോട്ടിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. അപ്പം ഇത് മാത്രം മനസ്സിലാക്കുക, മെയിൻ കണ്ടൻറ്റ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ നിങ്ങളുടെ 6th സെമസ്റ്ററിലുള്ള പിള്ളേർക്ക് അവർക്ക് ഇച്ചിരി ലിബറലായിട്ട് ഇപ്പം 6 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത് 3 എണ്ണമൊക്കെ ആൻസർ ചെയ്താൽ മതിയായിരുന്നു. അപ്പം അത്രയും സിമ്പിളായിരിക്കും ഇത്തവണ എക്സാം. അപ്പോൾ ഈ ഒരു നോട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മെയിനായിട്ട് നോക്കുക. ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആമിറ്റാൻസ് മദർ വാസ് എ ഫസ്റ്റ് ജനറേഷൻ ചൈനീസ് സെറ്റിലർ ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. നാച്ചുറലി ഹെർ ഇംഗ്ലീഷ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹെർ മദർ ടങ് ഇൻ ചൈനീസ്. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ പോലെ തന്നെ മദർ ടങ് എന്ന് പറയുന്നത് മാതൃഭാഷ. അപ്പോൾ അവൾ ജീവിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നാണ്. അപ്പോൾ അവളുടെ മദർ ടങ് പറയുന്നത് ചൈനീസുമാണ്. അന്നേരം ഇവൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, കാരണം അവൾ ചൈനീസും അല്ല ഇംഗ്ലീഷും അല്ലാത്തൊരു സ്റ്റേറ്റിലാണ് ഇപ്പോൾ അവൾ നിൽക്കുന്നത്. ഷീ യൂസ്ഡ് ടു സ്പീക്ക് വാട്ട് മേ ബി കോൾഡ് ബ്രോക്കൺ ഇംഗ്ലീഷ് ഓർ ഫ്രാക്ചേർഡ് ഇംഗ്ലീഷ്. അപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് ശീലിച്ച ആ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് പകുതി മുറിഞ്ഞ ഇംഗ്ലീഷും അതുപോലെ ഫ്രാക്ചേർഡ് ഇംഗ്ലീഷുമാണ്. മുറിഞ്ഞ ഇംഗ്ലീഷും അതുപോലെ തന്നെ ഒരു വ്യക്തതയില്ലാത്തൊരു ഇംഗ്ലീഷാണ് അവർ വീട്ടിൽ സംസാരിക്കുന്നത്. കാരണം അമ്മ ഒരു ചൈനീസ് ആയതുകൊണ്ട് തന്നെ ഇവൾക്ക് നല്ല രീതിയിൽ അതിൻ്റെ പ്രൊണൗൺസിയേഷനോ ഗ്രാമറോ ഒന്നും ലഭിച്ചിട്ടില്ല. ഹെർ സ്പീച്ച് വാസ് നോട്ട് ലോഡഡ് വിത്ത് കെയർഫുള്ളി wrote grammatical phrases burdened with past perfect tenses, continual phrases and so on. അപ്പോൾ ഇവളുടെ സംസാരിക്കുന്ന രീതി എന്ന് പറയുന്നത് ആർക്കും മനസ്സിലാകത്തുമില്ല. എന്ന് വെച്ചാൽ അത്രയും ഗ്രാമാറ്റിക്കൽ ഫ്രേസസ്, റോങ് ആയിട്ടുള്ള ഗ്രാമാറ്റിക്കൽ ഫ്രേസസ്, അതുപോലെ തന്നെ ബർഡൻഡ് വിത്ത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. എവിടെ എന്ത് പറഞ്ഞാലും ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യേണ്ട സ്ഥാനത്തും പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യേണ്ട സ്ഥാനത്തും എല്ലാം അവൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യത്തുള്ളൂ. എല്ലാം പൂർവ്വകാലത്താണ് അവൾ സംസാരിക്കുന്നത്. അപ്പോൾ അവൾക്ക് ആ ഫണ്ടമെൻ്റലായിട്ടുള്ള ആ ഒരു ഗ്രാമറും ഐഡിയോളജിയും ഒന്നും കിട്ടിയിട്ടില്ല. കണ്ടീഷണൽ ഫ്രേസസ് ആൻഡ് സോ ഓൺ. ഇറ്റ് വാസ് ദ ലാംഗ്വേജ് ഓഫ് ദി family table, a language of intimacy. It was for sure a different sort of English. അപ്പോൾ ഇവളുടെ വീട്ടിൽ നിന്ന്, ഫാമിലിയിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഫാമിലിയിൽ നിന്ന് അവൾക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ അവളുടെ തന്നെ വീട്ടിലുള്ള പ്രശ്നമാണത്. കാരണം വീട്ടിൽ സംസാരിക്കുന്ന ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഈ ഫ്രാക്ചേർഡ് ഇംഗ്ലീഷ് തന്നെയാണ്. അത് തന്നെയാണ് അവൾ സൊസൈറ്റിയിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻസ്റ്റെഡ് ഓഫ് സെയിങ്
don't waste money in that way. She was likely to say not waste money that way. അപ്പോൾ നമ്മൾ സാധാരണ പൈസ ചിലവാക്കല്ല് എന്ന് പറയുന്നത് ഡോണ്ട് വേസ്റ്റ് മണി ഇൻ ദാറ്റ് വേ, ആ രീതിയിൽ പൈസ ചിലവാക്കരുതെന്ന് പറയുന്നത് അവൾ പറയുമ്പോൾ അത് നോട്ട് വേസ്റ്റ് മണി ദാറ്റ് വേ, അങ്ങനെ തെറ്റായിട്ടുള്ള രീതിയിലാണ് അവൾ ഉച്ചരിക്കുന്നത്. Her English was not fully understood by people outside the family circle, but to Amit and her mother's English was perfectly clear, perfectly natural, vivid, direct, and full of observational and imagery. അപ്പോൾ അവൾ സംസാരിക്കുന്നത് അവളുടെ പുറത്തുള്ള ആർക്കും മനസ്സിലാവില്ലെങ്കിലും അവളെ സംബന്ധിച്ച് അവളുടെ അമ്മ സംസാരിക്കുന്ന ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഭയങ്കര പെർഫെക്റ്റ് ക്ലിയറാണ്. അതുപോലെ തന്നെ അത്രയും അവൾക്ക് മനസ്സിലാവും. കാരണം അവൾ ചെറുപ്പം മുതൽ കേട്ട് വരുന്ന അവളുടെ അമ്മയുടെ ഇംഗ്ലീഷ്, അതുകൊണ്ട് അവൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. She discusses the issues faced by second generation settlers like her and first generation settlers like her parents. She narrates her own experience of cultural and linguistic clashes. She uses broken English at home to communicate with her mother and chances to standard English in public. The essay dwells on the struggles she has with her different identities. അപ്പം ഫസ്റ്റ് സെറ്റിലേഴ്സ് ആയിട്ടുള്ളവരാണ് നമ്മുടെ അമ്മയും പേരൻസ്, അവളുടെ പേരൻസ്. ഫസ്റ്റ് സെറ്റിലേഴ്സ് എന്ന് പറയുന്നത് അവളുടെ പേരൻസ്, അപ്പനും അമ്മയും അമേരിക്കയിൽ വന്ന് ആദ്യമേ സെറ്റിൽ ചെയ്തവരാണ് അവർ ഫസ്റ്റ് സെറ്റിലേഴ്സ്. അപ്പോൾ അവർക്കുണ്ടാകുന്ന പിള്ളേർ ഓഫ് കോഴ്സ് അവർ സെക്കൻഡ് സെറ്റിലേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് വീട്ടിൽ ബ്രോക്കൺ ഇംഗ്ലീഷും പറയുകയും വേണം, അതുപോലെ സൊസൈറ്റിയിൽ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് പറയുകയും ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ അവരെ സൊസൈറ്റി അവിടുത്തെ ഉള്ള ആളുകൾ അംഗീകരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അതൊരു കോംപ്ലക്സ് ആയിട്ട് മാറും. ബീയിങ് എ റൈറ്റർ, ആമി ടാൻ ഈസ് ഫാസിനേറ്റഡ് ബൈ ലാംഗ്വേജ് ഇൻ ഡെയിലി ലൈഫ്. Language is the tool of her trade, and she uses all the Englishes filled with carefully wrought grammatical phrases, past perfect tenses, continual phrases, and so on. അതുകൊണ്ട് തന്നെ ഇവള് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ഡെയിലി ലൈഫിൽ എല്ലാവർക്കും ആയിട്ടുള്ള ഒരു സാധനമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും വ്യാപാരം ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെങ്കിലോ ഒരാളോട് സംസാരിക്കാനാണെങ്കിലോ ഭാഷ അറിഞ്ഞിരിക്കണം, ഇംഗ്ലീഷ് പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ. അപ്പം അവൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ആ ഒരു പിഴവ്, ആ ഗ്രാമാറ്റിക്കൽ ഫ്രേസസിലുള്ള പിഴവെല്ലാം ശ്രദ്ധിച്ച് തന്നെ അവൾ ഇംഗ്ലീഷ് പറയുവാൻ നോക്കും. But while conversing with family members, she uses the kind of broken English her mother speaks. അപ്പോൾ അവളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവളുടെ വീട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവൾ അപൂർവ രീതിയിൽ, അമ്മയ്ക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ ബ്രോക്കൺ ഇംഗ്ലീഷ്, തകർന്ന ഒരു ഇംഗ്ലീഷ് രീതിയിൽ സംസാരിക്കാം, എന്നാലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. But it's vivid, direct and perfectly clear. It is literally her mother tongue. അപ്പോൾ ആ ഒരു സംസാരം എന്ന് പറയുന്നതാണ് അവളുടെ മദർ ടങ്, അവളുടെ അമ്മയുടെ ഭാഷ അല്ലെങ്കിൽ മാതൃഭാഷ എന്ന് പറയുന്നത് ഈ ഒരു ബ്രോക്കൺ ഇംഗ്ലീഷാണ്. ഫ്രാക്ചർഡ് ആൻഡ് ബ്രോക്കൺ ഇംഗ്ലീഷാണ് അവളുടെ മദർ ടങ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ആമി ടാൻ, ലാംഗ്വേജ് ഹാസ് ദ പവർ ടു ഇവോക്ക് ആൻ ഇമോഷൻ, എ വിഷ്വൽ ഇമേജ് ആൻഡ് എക്സ്പ്രസ് എ കോംപ്ലക്സ് ഐഡിയ ഓർ എ സിമ്പിൾ ട്രൂത്ത്. അപ്പം ഒരു ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇമോഷൻ, ഒരു വികാരം ഉണർത്തുന്നതും അതുപോലെ തന്നെ നമുക്ക് ഭാഷ കൊണ്ടൊരു ഇമാജിനേഷൻ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുക, ഒരു വിഷ്വൽ ഇമേജ് നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കാനും അത് എക്സ്പ്രസ് ചെയ്യാനും ഒരു ഐഡിയ ആക്കി നമുക്ക് ഒരാളോട് പറയുവാനും ഭാഷ കൂടിയേ തീരും. അതുപോലെ തന്നെ ഒരു സത്യം, സിമ്പിളായിട്ടുള്ളൊരു ട്രൂത്ത് പറഞ്ഞ് ഫലിപ്പിക്കുവാനും എല്ലാത്തിനും നമുക്കൊരു ഭാഷ അത്യാവശ്യമാണ്. ഹൗവർ ആസ് ആമി, ഇപ്പം നമ്മുടെ കയ്യിലൊരു നിരപരാധിത്വം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ അറിയത്തില്ലെങ്കിൽ അത് നമ്മൾ തന്നെ ആ കുറ്റം ചെയ്തെന്ന് സൊസൈറ്റി വിചാരിക്കും. പക്ഷേ നമുക്ക് നന്നായിട്ട് ലാംഗ്വേജ് അറിയാമെങ്കിൽ, അമേരിക്കയിൽ ഇപ്പം നമ്മളൊരു കുറ്റം ചെയ്തു, അതിൻ്റെ ആ ട്രൂത്ത് പറയണമെങ്കിൽ നമുക്ക് ആ ഭാഷ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. However, as Amy has growing up, her mother's limited English limited her perception of her. The daughter was not very proud of her mother's English. അപ്പോൾ അവളുടെ അമ്മയുടെ ഇംഗ്ലീഷിനോട് അവൾക്ക് വലിയൊരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു, അതുപോലെ തന്നെ അതിൽ അവൾ അഭിമാനിക്കുന്നുമില്ലായിരുന്നു. It expresses her thoughts imperfectly because her thoughts were also imperfect. അപ്പം ആമിറ്റാന് നേരിടേണ്ടി വന്ന രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് അനക്ഡോട്ട്സ്, ജീവിതത്തിൽ സംഭവിച്ച രണ്ട് പ്രശ്നങ്ങൾ എന്നല്ല, രണ്ട് അബദ്ധങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൽ ഒന്നാമത്തേത് പഠിക്കേണ്ട ഒരു കാര്യമാണ്.
കോൺവെർസേഷൻ ആമി ടാൻ ആൻഡ് ഹെർ മദർ ഹാഡ് വിത്ത് ദി സ്റ്റോക്ക് ബ്രോക്കർ. സ്റ്റോക്ക് ബ്രോക്കർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഷെയർസൊക്കെ വിൽക്കുമ്പോൾ, നിങ്ങൾക്കറിയാം, കൊമേഴ്സുകാരായതുകൊണ്ട് അറിയായിരിക്കും, ഷെയറൊക്കെ വിൽക്കുമ്പം നമ്മൾ സാധാരണ അവരുമായിട്ട് നടത്തുന്ന ഇടപാടുകളൊക്കെ നടത്തുന്നത്, ഷെയർ മാർക്കറ്റ് അങ്ങനത്തെ സംഭവമൊക്കെ നടത്തുന്നത് സ്റ്റോക്ക് ബ്രോക്കറാണ്. എനിക്ക് അതിനെക്കുറിച്ച് അത്ര അറിയത്തില്ല, കൊമേഴ്ഷ്യൽ ഒരു ഇടപാടായതുകൊണ്ട് തന്നെ. അപ്പം ആ ഒരു ബാങ്ക് പോലത്തെ ഒരു സംഭവമാണ് സ്റ്റോക്ക് മാർക്കറ്റ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പം അമേരിക്കയിലുള്ള ആ ഒരു ഏജൻസിയുമായിട്ട് ആമി ടാനിനുണ്ടായ ഒരു ചെറിയൊരു അബദ്ധം ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ആമി ടാൻസ് മദർ വാസ് കോൺഷ്യസ് ഓഫ് ദി ലിമിറ്റേഷൻ ഓഫ് ദി കൈൻഡ് ഓഫ് ഇംഗ്ലീഷ് ഷി വാസ് യൂസിങ്. അപ്പോൾ ആമി ടാൻ്റെ അമ്മയ്ക്ക് ഒരു ബോധമുണ്ട് അവൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് പൊട്ടത്തെറ്റാന്നുള്ളത്. വെൻ ആമി വാസ് 15, ഹെർ മദർ യൂസ്ഡ് ടു ടോക്ക് ടു ഹെർ ടു കോൾ പീപ്പിൾ ഓൺ ദ ഫോൺ പ്രിറ്റൻഡിങ് ഹേർഡ് ടു ഹെർ മദർ. അപ്പം ആമി ടാൻ ഒരു 15 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ അമ്മ അവളെ കൊണ്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അവളുടെ അമ്മയാണെന്നുള്ള രീതിയിൽ തന്നെ ബാക്കിയുള്ളവരെ ഫോൺ കോൾ ചെയ്യുവാനും, അല്ലെങ്കിൽ അവളോട് പറയും, നീ ഫോൺ ചെയ്ത് നീ അറ്റൻഡ് ചെയ്തോ, ഞാനാന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഇവളുടെ അമ്മയുടെ രീതിയിൽ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ആമി വാസ് ദിസ് ഫോഴ്സ്ഡ് ടു ആസ്ക് ഫോർ ഇൻഫർമേഷൻ ഓർ ഈവൻ ടു കംപ്ലൈൻ ആൻഡ് യെൽ അറ്റ് പീപ്പിൾ ഹു ഹാഡ് ബീൻ റൂഡ് ടു ഹെയർ. അപ്പം അവളുടെ ചെറുപ്പം മുതൽ അവൾക്ക് ഇങ്ങനെ ഓരോ ടാസ്ക് കിട്ടിക്കൊണ്ടിരുന്നു അവളുടെ അമ്മയുടെ ഭാഗത്തുനിന്ന്. ഇങ്ങനെ സംസാരിക്കുക, ഞാനാന്ന് അവർ വല്ല കംപ്ലൈൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും എവിടെ നിന്നെങ്കിലും ഇപ്പോൾ സ്റ്റോക്ക് ബ്രോക്കറിൽ നിന്ന് വല്ല കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവളായിരിക്കും റൂഡായിട്ട് അവരോട് സംസാരിക്കുന്നതൊക്കെ. അപ്പം അവളുടെ അമ്മയാന്ന് ഓർത്ത്, അപ്പം അമ്മയെപ്പോലെ അവൾ റൂഡായിട്ട്, കാരണം അവളുടെ അമ്മ സംസാരിക്കുന്ന ഇംഗ്ലീഷ് നമുക്ക് അറിയത്തില്ല, അത് അവൾക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. വൺസ് ഇറ്റ് വാസ് എ കോൾ ടു ഹെർ സ്റ്റോക്ക് ബ്രോക്കർ ഇൻ ന്യൂയോർക്ക്. ആമി ഹാഡ് ടു ഗെറ്റ് ഓൺ ദി ഫോൺ ആൻഡ് സേ ഇൻ അഡോൾസെൻ്റ് വോയിസ്, ദിസ് ഈസ് ആമി ടാൻ. അപ്പം അവളുടെ ചെറുപ്പകാലത്ത് ഒരു ടീനേജ് വയസ്സിൽ അവൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പം ഇവളാണ് സംസാരിച്ചത്. അപ്പം അവൾ ആ ഒരു അഡോൾസെൻ്റ് വോയിസിൽ, എന്ന് വെച്ചാൽ അവളുടെ ഒരു 15 ടീനേജ് വോയിസിൽ അവൾ പറയും, ദിസ് ഈസ് ആമി ടാൻ. അപ്പം അല്ല, ദിസ് ഈസ് മിസ് ടാൻ എന്ന് വെച്ചാൽ അവളുടെ അമ്മയാന്നുള്ള രീതിയിൽ ഈ ഒരു ചെറിയ സൗണ്ടിൽ ഇവൾ സംസാരിക്കുമായിരുന്നു. ഹെർ മദർ വിസ്പേർഡ് ലൗഡ്ലി ഇൻ ഹെർ ബാക്ക് സെയിങ്. അപ്പം ഈ ഒരു സ്റ്റോക്ക് ബ്രോക്കറുമായിട്ട് സംസാരിക്കുമ്പം ഇവളുടെ അമ്മ പുറകിൽ നിന്ന് പറയും, വൈ ഡോണ്ട് സെൻഡ് മീ ചെക്ക് ഓൾറെഡി 2 weeks ലേറ്റ്, സോ മെയ്ഡ് ഹി ലൈഡ് ടു മീ ലോസിങ് മീ മണി. അപ്പോൾ അതെന്നാ സംസാരിച്ചതെന്ന് അവൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം ആ ഒരു കാര്യം അവളുടെ അമ്മ അവളോട് പറയുകയാണ്, ഇങ്ങനെ സംസാരിക്കുക, അവരോട് ഇങ്ങനെ പറ, വൈ ഹി ഡോണ്ട് സെൻഡ് മീ ചെക്ക് ഓൾറെഡി 2 weeks ലേറ്റ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, ചെക്ക് 2 ആഴ്ചയായിട്ട് ലേറ്റാണ്. സോ മെയ്ഡ് ഹി ലൈഡ് ടു മീ ലോസിങ് മീ മണി. അപ്പോൾ അവർ കള്ളം പറഞ്ഞു, എൻ്റെ കാശ് പോവും. അപ്പോൾ അത് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അവളുടെ അമ്മ എന്നാളും സംസാരിക്കാതിരുന്നത് നന്നായി, കാരണം അവർക്ക് ഭ്രാന്ത് പിടിച്ച് ചിലപ്പോൾ അവർ ഇട്ടിട്ട് പോയാനെ. അപ്പോൾ അവൾ ട്രാൻസ്ലേറ്റ് ചെയ്യുവാണ്, നല്ലൊരു ഇംഗ്ലീഷിൽ അവൾ ട്രാൻസ്ലേറ്റ് ചെയ്യുവാണ്. യെസ്, ഐ ആം കൺസേൺഡ് യു ഹാഡ് എഗ്രീഡ് ടു സെൻഡ് മീ ദ ചെക്ക് 2 weeks ago ബട്ട് ഇറ്റ് ഹാസ് ഇൻ അറൈവ്ഡ്. അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് അവൾ പറയും, ഞാനത് കേട്ടിട്ടുണ്ട്, 2 ആഴ്ചയായിട്ട് എനിക്ക് ആ ചെക്ക് കിട്ടിയിട്ടില്ല. ഇറ്റ് ഹാസ് ഇൻ അറൈവ്ഡ്. 2 ആഴ്ച മുമ്പേ നിങ്ങൾ എനിക്ക് ആ ചെക്ക് തരാമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ ഇതുവരെ എനിക്കത് കിട്ടിയിട്ടില്ല. അത്രയേ ഉള്ളൂ ആശയം. അതാണ് ആമി ടാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അവളുടെ അമ്മയുടെ ആ മുറിഞ്ഞ ഫ്രാക്ചേർഡ് ഇംഗ്ലീഷിൽ നിന്ന് ആമി ടാൻ ഒരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുകയാണ് അമ്മയാന്നുള്ള രീതിയിൽ. അപ്പം മോസ്റ്റ് എംബ്രേസിങ് മൊമെൻ്റ് ആണ്, എന്ന് വെച്ചാൽ അവളുടെ ഏറ്റവും നാണം കെട്ടിട്ടുള്ള ഒരു സംഭവമാണ് അവളുടെ അമ്മയെക്കൊണ്ട്, അവളുടെ അമ്മയുടെ ഇംഗ്ലീഷ് കാരണം. A week later, then they both met the broker at his office. The mother herself began shouting at her in her fractured English. അപ്പോൾ ഏറ്റവും അവൾ നാണം കെട്ട, അമിറ്റാൻ ഏറ്റവും നാണം കെട്ട എന്ന് വെച്ചാൽ അവൾ ഇത്രയും നാൾ അവളുടെ അമ്മയാണെന്നുള്ള രീതിയിലാണല്ലോ ഫോണിൽ നമ്മുടെ ബ്രോക്കറിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്, സ്റ്റോക്ക് ബ്രോക്കറിനോട്. പെട്ടെന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് ഇത് ചെക്ക് കിട്ടാതെ വരുമ്പോൾ ഇവളുടെ അമ്മയും കൂട്ടി ആ ഓഫീസിൽ ചെല്ലുമ്പോൾ അവളുടെ അമ്മ ഷൗട്ട് ചെയ്ത് ഇവരോട് സംസാരിക്കുകയാണ് ഈ ഫ്രാക്ചേർഡ് ഇംഗ്ലീഷിൽ. അപ്പോൾ അവിടെ അവരുടെ കള്ളി വെളിച്ചത്തായി. ഇറ്റ് വാസ് റിയലി ആൻ എംബ്രേസിങ് മൊമെൻറ്റ് ഫോർ എ ടീനേജർ. എന്ന് വെച്ചാൽ നാണം കെട്ട ഒരു സമയമായിരുന്നു. ഓൺ അനദർ ഒക്കേഷൻ ദ ഒഫീഷ്യൽസ് അറ്റ് എ ബ്രോക്കൺ ഇഗ്നോർഡ് ദ മദർ ബിക്കോസ് ഓഫ് എ ഹൊറിബിൾ ഇംഗ്ലീഷ്. അപ്പോൾ വേറൊരു സമയത്ത് ഇവളുടെ അമ്മ എന്തോ ഹോസ്പിറ്റലിൽ എന്തോ അത്യാവശ്യത്തിന് പോയപ്പം, എന്തോ ചെക്കപ്പിന് എന്തോ പോയപ്പം ഇവളുടെ നാശമായിട്ടുള്ള ഹൊറിബിൾ ഇംഗ്ലീഷ് കേട്ടിട്ട്, ഭീകരമായിട്ടുള്ള ഇംഗ്ലീഷ് കേട്ടിട്ട് ഇവർ ഹോസ്പിറ്റലുകാർ ആ രോഗമൊക്കെ മറന്ന് ഇവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിട്ട്. എന്ന് വെച്ചാൽ അത്രയും ഇവർക്ക് തന്നെ എന്തോ ഒരു സംശയം തോന്നി,
ഇതിലെന്തോ പന്തികേടുണ്ടെന്നുള്ള രീതിയിൽ ഇവളെ അങ്ങ് ഒഴിവാക്കി വിട്ട്. ഡോക്ടർ വാസ് നോട്ട് വെരി പ്രൗഡ് ഓഫ് ഹെർ മദർ ഇംഗ്ലീഷ്. അവളുടെ അമ്മയുടെ ഇംഗ്ലീഷിനോട് മകൾക്ക് അത്ര താല്പര്യമൊന്നും ഇല്ലായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അക്കോർഡിംഗ് ടു ആമീറ്റ് ആൻഡ് ഹെർ മദേഴ്സ് ഇംഗ്ലീഷ് എക്സ്പ്രസ്ഡ് ഹെർ തോട്ട്സ് ഇംപെർഫെക്റ്റ്ലി ബിക്കോസ് ഹെർ തോട്ട്സ് വെർ ഓൾസോ ഇംപെർഫെക്റ്റ്. അപ്പോൾ ആമീറ്റാൻ്റെ അമ്മ അവളുടെ 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 ചിന്തകൾ എന്നൊക്കെ എന്ന് വെച്ചാൽ ഇംപെർഫെക്റ്റ് ആയിരുന്നു, അത്ര നല്ല ചിന്തകളൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ എന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ ചിന്തകൾ നന്നാവണമെങ്കിൽ നമ്മുടെ ഭാഷ നന്നാവണം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മൾ നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ തിങ്കിങ് പ്രോസസ്സുമായിട്ട് ഭയങ്കര കണക്റ്റഡാണ്. അപ്പം നല്ല വാക്കുകൾ അറിയാവുന്ന ഒരാൾ നല്ല രീതിയിൽ ചിന്തിക്കും. ഇപ്പം മോശമായിട്ട് വീട്ടിൽ പറയുന്ന വല്ല അസഭ്യ വാക്കുകളാണെങ്കിൽ ആ രീതിയിലേ നമ്മുടെ ജീവിതവും പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് അവളുടെ അമ്മയുടെ വാസ് ഇംപെർഫെക്റ്റ് എന്ന് പറയാൻ കാരണം അത് തന്നെയാണ്. അപ്പോൾ ബീയിങ് എ ഫിക്ഷണൽ റൈറ്റർ, ആമി യൂസ്ഡ് മദർ ഇംഗ്ലീഷ് പ്രൊഫ്യൂസ്ലി ഇൻ ഹെർ സ്റ്റോറീസ്. അപ്പോൾ അവളുടെ അമ്മയുടെ ബിക്കോസ് ഹെർ ഡെൽറ്റ് വിത്ത് ദി ലൈഫ് ഓഫ് സ്റ്റോറീസ്. അപ്പോൾ അവളുടെ അമ്മയുടെ സ്റ്റോറി അവൾ എഴുതുമ്പം, അവളുടെ ഫിക്ഷൻ എഴുതുമ്പം, സ്റ്റോറീസ് എഴുതുമ്പം അവളുടെ അമ്മയുടെ കാര്യമൊക്കെ പറയുമ്പം അവൾ ഈ മദർ ഇംഗ്ലീഷ് യൂസ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു ഫ്രാക്ചേർഡ് ഇംഗ്ലീഷ് അവൾ യൂസ് ചെയ്യാറുണ്ട്. Amy has a feeling that her mother's English had an effect on limiting her possibilities in her life. Sociologists and linguists say that a person's developing language skills are more influenced by peers. But she still thinks that the language spoken in the family, especially in immigrant families, plays a large role in shaping the language of the child. She feels that it affected her results on achievement test, IQ test, and the SAT. Compared to maths, English could be considered her strong point. അപ്പം could not be considered her strong point. അപ്പോൾ അവൾ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വീട്ടിൽ സംസാരിക്കുന്ന ആ ഒരു സ്പോക്കൺ സോഷ്യോളജിസ്റ്റ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ലാംഗ്വേജ്, അവരെയാണ് ലിംഗ്വിസ്റ്റിക് സോഷ്യോളജിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരാൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് ആർജിച്ചെടുത്ത ഒരു കാര്യമാണ്. വീട്ടിലെന്താണോ സംസാരിക്കുന്നത്, വീട്ടിലെല്ലാവരും ഇംഗ്ലീഷ്, അപ്പനും അമ്മയും എല്ലാം ഇംഗ്ലീഷ് നമ്മുടെ വീട്ടിൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ മുടിഞ്ഞ ഇംഗ്ലീഷ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റി, നമ്മളിപ്പോൾ ഇവിടെ തമിഴ് അല്ലെങ്കിൽ മലയാളം സംസാരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷും അല്ല നമ്മുടെ മാതൃഭാഷയല്ലാത്ത രീതിയിലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഒരു പബ്ലിക്കിൽ. ഇപ്പം നമ്മളിപ്പോൾ US പോയി സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ, UK പോയി സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റി ഫുള്ള് ഇംഗ്ലീഷാണല്ലോ അവിടെ സംസാരിക്കുന്നത്. നമ്മുടെ ഫാമിലി അതുകൊണ്ട് വീട്ടിൽ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന പിള്ളേരല്ലേ, നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ നല്ല രീതിയിൽ അവർ നമ്മുടെ ഇംഗ്ലീഷ് കേട്ട് അവർ വളരും. അതാണ് ഇമ്പോർട്ടൻ്റ്, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇവൾക്ക് ആമിറ്റാന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അവൾ ഒന്നാമത് ഒരു ഇമിഗ്രൻറ്റ് ഫാമിലിയാണ്, അവൾ വന്ന് കുടിയേറി പാർത്ത ഒരു ഫാമിലിയാണ്. അതുപോലെ തന്നെ അവളുടെ അമ്മയ്ക്ക് മുറി ഇംഗ്ലീഷും അങ്ങനെ നല്ല രീതിയിലൊന്നും അവൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് എഡ്യൂക്കേഷൻ കുറവിൻ്റെ ഒരു കാര്യമുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവളിൽ അഫക്റ്റ് ചെയ്തു, ആമിറ്റാനിലും അഫക്റ്റ് ചെയ്തു. അവൾക്ക് ലാംഗ്വേജ്, ഇപ്പോൾ ഓരോ വാക്ക് കൂടുതൽ ഒരു ദിവസം ഒരു പുതിയ വാക്ക് അറിയുകയെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലൊരു ലോകത്തെ ഇച്ചിരിയും കൂടെ പരിചയപ്പെടുക. ഇപ്പം നമ്മൾ പെർസെപ്ഷൻ എന്ന് വെച്ചാൽ ഒരു വാക്ക്, പെർസെപ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പെർസെപ്ഷൻ എന്ന് വെച്ചാൽ ചിന്താഗതി, ഒരാളുടെ ചിന്താഗതിയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു 5 മിനിറ്റ് മുമ്പ് വരെ പെർസെപ്ഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയത്തില്ല. ഇപ്പോൾ പെർസെപ്ഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം നിങ്ങൾ ഇച്ചിരിയും കൂടെ ലോകത്തെ അറിയുക. പെർസെപ്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ചിന്താഗതിയെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നതെന്ന്. അപ്പം നമ്മൾ കൂടുതൽ നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങൾ വികസിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവൾക്ക് നല്ല രീതിയിൽ ലാംഗ്വേജ് അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ ഇവളുടെ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, IQ ടെസ്റ്റ്, SAT ഇതെല്ലാം ഇവളിൽ നമ്മുടെ ആമിറ്റാനിലും എഫക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. കാരണം അവളുടെ അമ്മയുടെ മുറി ഇംഗ്ലീഷ് കാരണം. കമ്പയർഡ് ടു മാത്സ്, ഇംഗ്ലീഷ് കുഡ് നോട്ട് ബി. അപ്പം അവൾക്ക് മാത്സ് ഭയങ്കര ഈസി ആണെങ്കിൽ കൂടെ തന്നെ ഇംഗ്ലീഷ് അത്ര സ്ട്രോങ് ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു. ഇൻ ഗ്രേഡ് സ്കൂൾ, ആമിറ്റാൻ ഡിഡ് മോഡറേറ്റ്ലി വെൽ, ഗെറ്റിംഗ് B's and sometimes B pluses in English and scoring in the 60s and 70s percentile on achievement test. But her true ability lies in maths and science, achieving A's and scoring in the 19th percentile or even higher. അപ്പോൾ അവൾക്ക് മാത്സിലായിരുന്നു അഗ്രഗണ്യം, ഇംഗ്ലീഷിൽ എത്ര പോരായിരുന്നു. മോസ്റ്റ് ചൈനീസ് സ്റ്റുഡൻസ് ചൂസ് ടു
study maths and science, probably because they have teachers who steer them away from writing and into maths and science. This is what really happened to Amita. അപ്പോൾ അമിറ്റാന് ഇംഗ്ലീഷ് അറിയത്തില്ലാത്തതുകൊണ്ട് തന്നെ മോസ്റ്റ് ടീച്ചേഴ്സ് അവർ ചൈനീസ് സ്റ്റുഡൻസിനെ മാത്സും സയൻസും ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. Beside being discouraged by her teachers, eventually Amy chose to become a writer of fiction and envisioned her mother as the real reader of her stories. Because they were about mothers, she used in her writing all the Englishes she grew up with. They are her mother's broken English, the English of the translation of her mother's Chinese, her internal language, and of course standard English too when the context demanded it. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, അവളുടെ അമ്മയുടെ എന്തെങ്കിലും ഒരു കാര്യം അവളുടെ സ്റ്റോറീസിലോ എവിടെയെങ്കിലോ രേഖപ്പെടുത്തേണ്ടി വരും, അവളുടെ അമ്മയെക്കുറിച്ച് എഴുതേണ്ടി വരുവാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഇമിഗ്രൻസ് ആയിട്ടുള്ള ചൈനീസ് സെറ്റിലേഴ്സിനെ കുറിച്ച് അവൾ ഒരു കഥ എഴുതുവാണെങ്കിൽ ഈ ഒരു ബ്രോക്കൺ ഇംഗ്ലീഷ്, അമ്മയുടെ ഇംഗ്ലീഷ് തന്നെയാണ് അവൾ യൂസ് ചെയ്യുന്നത്. അതാണ് അവളുടെ മദർ ടങ്. അപ്പോൾ ഈ ഒരു കഥയിൽ ആമീറ്റാൻ്റെ മദർ ടങ് എന്ന് പറയുന്നത്, ആമീറ്റാൻ ഒരു സട്ടയറിക്കലായിട്ട് പറയുകയാണ്, എന്ന് വെച്ചാൽ വിമർശനാത്മകമായിട്ട് പറയുകയാണ്, എൻ്റെ മദർ ടങ് എന്ന് പറയുന്നത് ചൈനീസും അല്ല ഇംഗ്ലീഷും അല്ല, എ ബ്രോക്കൺ ഇംഗ്ലീഷ് ഓഫ് മൈ മദർ. അതാണ് അവളുടെ മദർ ടങ് എന്ന് പറയുന്നത്. അപ്പോൾ അവൾക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ, സമൂഹത്തിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് അവൾ പറയുന്നത്. അവളുടെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ അമ്മയെപ്പോലെ സംസാരിക്കേണ്ടി വന്നു. അമ്മയാണെന്നും പറഞ്ഞ് ഇമിറ്റേറ്റ് ചെയ്ത് പലയിടത്തും നാണം കെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൾ അവൾ സൊസൈറ്റിയിലൊക്കെ ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. The title of the essay, Mother Tongue, is quite apt here because as the author is here dealing with the kind of English her mother uses in private as well as the public sphere. അപ്പോൾ അതാണ് ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. That was my mental quandary in its nascent state. അപ്പം അവൾ പറഞ്ഞു വെക്കുന്ന ഒരു കൊട്ടേഷനാണത്. എന്ന് വെച്ചാൽ അവളുടെ ഒരു ഇത്രയും നാൾ അവൾ ജീവിച്ചത് ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റിലാണ്. ക്വാൻട്രി എന്ന് വെച്ചാൽ ഒരു സംശയാത്മകമായ ഒരു സ്റ്റേറ്റാണ്. എന്ന് വെച്ചാൽ അവൾ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ അവൾക്ക് പുതിയതായിട്ട് അതൊന്ന് ആലോചിക്കേണ്ടി വരും. ഇത് ശരിയാണോ, ഈ ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നൊരു മെൻ്റൽ സ്റ്റേറ്റ് കൂടെ അവൾ കടന്നു പോയത്. അപ്പോൾ അവൾ അതിൽ നിന്ന് മാറി. അതെന്ന് പറയുന്നത് ദാറ്റ് വാസ് മൈ മെൻ്റൽ ക്വാൻട്രി. അതെന്ന് പറയുന്ന എൻ്റെ ഒരു പഴയൊരു സ്റ്റേജായിരുന്നു. അതൊരു കൺഫ്യൂസിങ് സ്റ്റേജായിരുന്നു. പക്ഷേ എൻ്റെ പുതിയൊരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്, നൈസൻ്റ് എന്ന് പറഞ്ഞാൽ ന്യൂ എന്ന് പറയുന്നത്, ബട്ട് നെയ്തർ ആൻ ഇംഗ്ലീഷ് നോർ എ ഇംഗ്ലീഷ് സ്ട്രക്ചർ. എന്ന് വെച്ചാൽ അത് ഒരിക്കലും ഒരു ഇംഗ്ലീഷും അല്ല, ഒരു ചൈനീസും അല്ല. ഐ വാണ്ടഡ് ടു ക്യാപ്ചർ വാട്ട് ലാംഗ്വേജ് എബിലിറ്റി ടെസ്റ്റ് ക്യാൻ നെവർ റിവീൽ. എനിക്ക് ആർജിച്ചെടുക്കേണ്ട കഴിവെന്ന് പറഞ്ഞാൽ ഒരു ഭാഷ കൊണ്ട് ഒരു മനുഷ്യനിൽ നിന്ന് എന്തൊക്കെ ഇമോഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് എനിക്ക് ക്യാപ്ചർ ചെയ്തെടുക്കേണ്ടത്. അതുപോലെ എനിക്ക് ഇംഗ്ലീഷും അല്ല ചൈനീസും അല്ല വേണ്ടത്. പക്ഷേ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഇൻറ്റൻഷൻ, അവൻ്റെ ആഗ്രഹങ്ങൾ, അതുപോലെ ഹെർ പാഷൻ, ഹെർ ഇമേജറി, ദ റിതംസ് ഓഫ് ഹെർ സ്പീച്ച് ആൻഡ് ദ നേച്ചർ ഓഫ് ഹെർ തോട്ട്സ്. അപ്പോൾ ഉള്ളിലുള്ള ചിന്തകൾ, അവളുടെ പാഷൻ എന്ന് പറഞ്ഞാൽ എന്താണോ നമുക്ക് ജീവിതത്തിലൊരു പാഷൻ ഉണ്ടാവും, എന്ന് വെച്ചാൽ അവൾക്ക് വേണ്ട തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം. ഇതൊക്കെയാണ് ഞാൻ ലാംഗ്വേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതും എനിക്ക് പഠിക്കുവാനും അതുപോലെ തന്നെ എൻ്റെ കഥകളിലൂടെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഒരിക്കലും അത് ഇംഗ്ലീഷെന്നോ ചൈനീസെന്നോ ഉള്ള ആ ഒരു ഭാഷ എന്ന് പറയുന്ന ഒരു കാര്യമല്ല. പക്ഷേ ലാംഗ്വേജ് കൊണ്ട് ഒരാളുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യാനാണ് എനിക്ക് ഏറ്റവും താല്പര്യമെന്ന് പറഞ്ഞ് ഈ ഒരു കഥ നമ്മുടെ ആമീറ്റാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം നോക്കണം കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും കൂടുതലായിട്ട് ഇതിനകത്ത് വരത്തില്ല. ആ 2 ഇൻസിഡൻസ് ഒന്ന് ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ അത് പഠിച്ചിരിക്കുക. മിക്കവാറും ഞാൻ ഹായ്വദന തുടങ്ങിയ ഇതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ വരുമ്പോൾ എടുക്കാനേ സാധ്യതയുള്ളൂ. കാരണം എനിക്കത് ചുരുക്കി പറയാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത്രയും വലിയൊരു ഫിക്ഷൻ, ഇത്രയും വലിയൊരു നാടകമാണ് ഹായവദന. അതുപോലെ അത് നോക്കട്ടെ, പറ്റുമെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് തന്നെ ഇടാം, അല്ലെങ്കിൽ ഒറിജിനലായിട്ട് ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലതെന്ന് തോന്നുന്നു. താങ്ക് യു.